തന്റെ അധ്യാപക ജീവിതത്തിലെ 25-ാം വർഷത്തിൽ വരുമാനത്തിന്റെ ഒരു ഭാഗം ചെലവഴിച്ച് കുട്ടികൾക്കായി സാമൂഹ്യ പ്രസക്തിയുള്ള 2 ആൽബങ്ങൾ നിർമ്മിച്ച് MASM HSS വെന്മേനാടിലെ സീനിയർ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകനായ ജോഫി ജോസ് മാതൃകയാകുന്നു. കൗമാര പ്രണയത്തിലെ ചതിക്കുഴികളും അങ്ങനെ എന്തെങ്കിലും ചതിക്കുഴികളിൽ പെട്ടുപോയാൽ CG&AC നേതൃത്വം നൽകുന്ന സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന വി ഹെൽപ്പ് കൗൺസിലിംഗ് സെന്ററിന്റെ സഹായത്തോടുകൂടി സാധാരണ സ്കൂൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്ന പ്രമേയം പ്രതിപാദിക്കുന്ന കരുതൽ എന്ന ആൽബവും, ഡ്രഗിന് അടിമപ്പെട്ടാൽ ഡി അഡിക്ഷൻ സെന്ററിലൂടെയുള്ള തിരിച്ചുവരവ് പ്രതിപാദിക്കുന്ന കരുതൽ 2 എന്ന ആൽബവുമാണ് അദ്ദേഹം നിർമ്മിച്ചത്. കൗൺസിലിംഗിന്റെ നേതൃത്വത്തിലുള്ള സൗഹൃദ ക്ലബ്, ഓരോ സ്കൂളിലും സൗഹൃദ ക്ലബ്ബുകളുണ്ട്. അവർ വി ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. അതിൽ കൗൺസിലിംഗ് നടത്തി നോർമൽ സ്കൂൾ ലൈഫിലേക്ക് വരിക എന്നുള്ളതാണ് അതിൻ്റെ പ്രമേയം. അത് നമ്മളൊരു മുക്കാഭാഗത്ത് നിൽക്കുമ്പോൾ കത്തി നിൽക്കുന്നൊരു വിഷയമാണ് ഡ്രഗ്സ്. അപ്പോൾ പ്രേമം എന്നൊക്കെ പറയുന്നത് പഴയ വിഷയമാണ്. ഇന്നിപ്പോൾ പ്രേമം ഒക്കെ എത്രമാത്രം പണ്ടത്തെ പോലെ ഉണ്ടെന്ന് നമുക്കറിയില്ല. കുട്ടികൾ വളരെ പ്രാക്ടിക്കലാണ്. എങ്കിലും ആ സബ്ജക്റ്റാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മൾ ഡ്രഗ്സിനെ എങ്ങനെയെങ്കിലും അഭിസംബോധന ചെയ്യണമെന്നുണ്ടായിരുന്നു. ഭാഗ്യവശാൽ ഒരു സ്പോൺസറെ കിട്ടി. ആൾ വന്നിട്ടില്ല, PK ചെറിയാൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ ഗൾഫിലാണ്. അപ്പോൾ ആളുടെ ഭാഗമായിട്ട് നമ്മൾ പഴയ ലിറിക്സും വരികളൊക്കെ സ്യൂട്ടാണ് എല്ലാറ്റിനും. സബ്ജക്റ്റ് മാത്രം മാറ്റി ഡ്രഗ്സ് എന്നുള്ളത്. അപ്പോൾ പഴയ പാട്ട് പുതിയ വിഷ്വൽ എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഇനി അതിലൊരു പഴമ തോന്നുന്നു വെച്ചിട്ട് ഔസേപ്പച്ചൻ സാറിനെ അടുത്ത് സമീപിച്ചപ്പോൾ ഔസേപ്പച്ചൻ സാർ അതിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്ന് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വളരെ മാറ്റം അതിൽ വരെയും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. 2 മ്യൂസിക്കൽ വീഡിയോ ആൽബത്തിന്റെയും വരികൾ എഴുതിയിരിക്കുന്നത് സുപ്രസിദ്ധ കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ആണ്. പ്രസിദ്ധ ചലച്ചിത്ര സംഗീത സംവിധായകൻ ഔസേപ്പച്ചനാണ് 2 ആൽബത്തിന്റെയും സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. കരുതൽ 1 പാർട്ട് 1 ചെയ്തപ്പോഴും ഞങ്ങൾക്ക് ഇതേ ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഇന്ന് ആ ആത്മവിശ്വാസം അതിൻ്റെ 10 ഇരട്ടിയാണ്. ആദ്യത്തെ ആൽബത്തിൽ പ്രശസ്ത ഗായകൻ ഗോപി സുന്ദറിന്റെ മകൻ മാധവ് സുന്ദറാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ആൽബത്തിൽ പ്രശസ്ത പിന്നണി ഗായിക റുഷൈൽ റോയ് ആണ് ഗാനം ആലപിച്ചത്. 2 ആൽബങ്ങളും ഈസ്റ്റ് കോസ്റ്റ് ഓഡിയോസിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൽ കുട്ടികളുമായി സംവേദിക്കാനുള്ള മികച്ച മാധ്യമം വിഷ്വൽ മീഡിയ ആയതുകൊണ്ടാണ് ഈ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ആൽബങ്ങൾ തെരഞ്ഞെടുത്തത്. ആദ്യത്തെ ആൽബത്തിൽ സഹപാഠിയായ മിൽട്ടൺ ഫ്രാൻസിസും ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ സൗഹൃദ ക്ലബും സഹനിർമ്മാതാക്കളായി. രണ്ടാമത്തെ ആൽബത്തിൽ വ്യവസായി PK ചെറിയാൻ കൂടി സഹനിർമ്മാതാവായി. 2 ആൽബങ്ങളും യൂട്യൂബിൽ ലഭ്യമാണ്.